ഇനി നമുക്ക് മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 3 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സ്ചറിന് നല്ലൊരു കളർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് 1/2 കപ്പ് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചിലാണ് മിക്സ്ചർ ഉണ്ടാക്കുന്നത്. കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് വറുത്തെടുക്കുമ്പോൾ മിക്സ്ചറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഒരുപാട് സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യരുത്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ എണ്ണയുടെ ചൂടിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടും.
മിക്സ്ചറിലേക്കുള്ള സേവയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ബൂന്തി ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവിൽ നിന്ന് കുറച്ച് എടുക്കുക. ഇതുപോലൊരു കൈലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് പൊട്ടുകടലയാണ്. അത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. പൊട്ടുകടല എന്ന് പറയുന്നത് ചനാദാലല്ല, കറുത്ത കടലയിൽ നിന്ന് എടുക്കുന്നതാണ് പൊട്ടുകടല. ഇനി 1/2 കപ്പ് നിലക്കടല വേണം. അത് നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയിട്ട് തോലോടുകൂടി തന്നെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വറ്റൽമുളക് വേണം. ഇതിപ്പോൾ 4 വറ്റൽമുളകുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മളിപ്പോൾ മിക്സ്ചറിലേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സേവ കൈകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.